Hi guys, welcome to Pwoli Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആപ്പിൾ വാച്ച് OSൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ്. റീസെൻ്റ് ആയിട്ട് ആപ്പിൾ അവരുടെ WatchOS 7 അപ്ഡേറ്റ് ചെയ്തു. ഒരുപാട് നല്ല ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ആപ്പിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ WatchOSൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമുക്ക് ഓരോന്നായി ചെക്ക് ചെയ്യാം. റീസെൻ്റായിട്ട് ആപ്പിൾ അവരുടെ OS ഒക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. iOS അപ്ഡേറ്റ് ചെയ്തു, iPad OS അപ്ഡേറ്റ് ചെയ്തു, ആപ്പിൾ TV OS അപ്ഡേറ്റ് ചെയ്തു, WatchOSും അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നുള്ളത് അവരുടെ Mac OS അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യുന്നുള്ളത് WatchOSൻ്റെ ഡീറ്റെയിൽസാണ്. ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതോടൊപ്പം പഴയ 2 വാച്ചുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സീരീസ് 1ഉം അതേപോലെ തന്നെ ഒറിജിനൽ വാച്ചിനെയും ഇതിൽ നിന്ന് ആപ്പിൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വാച്ച് ഫേസസ് നോക്കാം. ആപ്പിൾ ഒരുപാട് വാച്ച് ഫേസസ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോന്നും നമ്മളെ വാച്ചിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഫോണിൽ നിന്നും വാച്ച് ഫേസ് കസ്റ്റമൈസ് ചെയ്യാം. ഇതൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ഫേസാണ്. വലിയ കസ്റ്റമൈസേഷൻ ഒന്നുമില്ല. ഓരോ ടച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിൽ ഇതിൻ്റെ ഫേസ് ചേഞ്ച് ആവും. വലിയ കസ്റ്റമൈസേഷൻ ഇതിൻ്റെ അകത്തില്ല. ഇത് വന്നിട്ട് സ്ട്രൈപ്സ് എന്ന് പറയുന്നൊരു വാച്ച് ഫേസാണ്. ഇതിലും വലിയ കസ്റ്റമൈസേഷൻ ഇല്ല, എന്നാലും നമുക്കിതിൻ്റെ സ്ട്രൈപ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ പാറ്റേൺ സൈസും അതുപോലെ തന്നെ പാറ്റേണിൻ്റെ ഓറിയൻറ്റേഷനും നമുക്ക് ചേഞ്ച് ചെയ്യാം. കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് കൗണ്ട് അപ്പ് എന്ന് പറയുന്നൊരു വാച്ച് ഫേസാണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ ഡയലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഷോർട്ട് കട്ട്സ്, അതായത് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഈ ഒരു വാച്ച് ഫേസ് അലോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോണോഗ്രാഫ് പ്രോയിലും GMTയിലും ഒക്കെ നമുക്ക് കസ്റ്റമൈസേഷനും കോംപ്ലിക്കേഷൻസൊക്കെ ആഡ് ചെയ്ത് വെക്കാം. WatchOS 7 പുതുതായിട്ട് വന്നതാണ് ഈ മിമോജി ഫേസ്. അതായത് നമുക്ക് നമ്മുടെ മിമോജിയോ അല്ലെങ്കിൽ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള മിമോജീസോ നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഈ മിമോജി കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. നമുക്ക് ഫോണിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മളെ ഫേസോ അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഫേസോ ആയിട്ടുള്ള ഫേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് മിമോജി ആയിട്ട് വാച്ച് ഫേസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ മിമോജി ഫേസിൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഷോർട്ട് കട്ടും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു കളർ ചേഞ്ച് മാത്രമേ നമുക്ക് ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടൈപ്പോഗ്രാഫി എന്ന് പറയുന്ന ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് നമ്മുടെ ദേവനാഗരിയോ അല്ലെങ്കിൽ അറബിക്കോ പോലെയുള്ള വാച്ച് ഫേസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ കളറും അതുപോലെ തന്നെ ലുക്കും ഒക്കെ ചെറുതായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ മിനിമൽ ആയിട്ടുള്ളൊരു വാച്ച് ഫേസാണ്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ഫീച്ചറാണ് സ്ലീപ്പ് ട്രാക്കർ. അതായത് നമ്മുടെ ഉറക്കം ഏത് രീതിയിലാണ്, എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങി, നമ്മുടെ ഉറക്കത്തിൻ്റെ റിതമൊക്കെ എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്പാണിത്. ഇത് നമ്മൾ വാച്ച് കയ്യിൽ കെട്ടി തന്നെ ഉറങ്ങേണ്ടി വരും. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മൂവ്മെൻ്റ് ഒക്കെ നോക്കിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ഉറങ്ങിയത്, നമ്മളെ സ്ലീപ്പിൻ ഡെപ്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കാനാണ് ഈ ആപ്പ് ശ്രമിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ iOSലും ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫോണുമായിട്ട് സിങ്ക് ആയിരിക്കും.
അപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് ട്രാക്കൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഇൻസോംനിയ പോലെയുള്ള ഉറക്ക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വാച്ച് എത്ര മണിക്കൂർ ഉറങ്ങി, ഏത് രീതിയിലാണ്, എവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ളൊരു ഐഡിയ നമുക്ക് സ്ലീപ്പിംഗ് ട്രാക്കർ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് മുതൽ നമ്മൾ സ്ക്രീനൊക്കെ ഡിമ്മായി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ വാച്ച് ഫേസ് ലോക്കാവും. പിന്നെ നമ്മൾ ആ ക്രൗൺ തിരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ അൺലോക്ക് ചെയ്യേണ്ടത്. കാരണം ഇല്ലെങ്കിൽ ഉറക്കത്തിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന സംഗതികളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറക്കും. ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ കുറച്ചിട്ട് അങ്ങനെയുള്ള എല്ലാ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ ആപ്പ് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് തരും. ഈ സ്ലീപ്പിംഗ് മോഡ് ആക്ടിവേറ്റ് ആയത് മുതൽ ഫോണിൻ്റെ സ്ക്രീൻ ഇതുപോലെ ലോക്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡാറ്റാസ് മൊത്തം, അതായത് വാച്ചിൽ നിന്നുള്ള എല്ലാ ഡാറ്റാസും ഫോണുമായിട്ട് സിങ്ക് ആവുകയും നമുക്ക് ഇതിൻ്റെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻ ഫ്യൂച്ചർ ഒരു കുറച്ച് മാസത്തേക്കുള്ള ഡാറ്റാസ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഡാറ്റ ട്രാക്ക് ചെയ്തിട്ട് എവിടെയാണ്, എന്തൊക്കെയാണ് നമുക്ക് കുഴപ്പം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ആപ്പ്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണ്. നമ്മുടെ ഹാൻഡ് വാഷ് ഡിറ്റക്റ്റ് ചെയ്യുകയും നമ്മൾ 20 സെക്കൻഡ്സ് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു ആപ്പാണിത്. കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ആപ്പിൽ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ. നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക എന്ന ഒരു നിർബന്ധമായൊരു കാര്യം നമ്മളെ കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളിൽ ഇതുവരെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ മൈക്കും അതുപോലെ തന്നെ ജൈറോസ്കോപ്പൊക്കെ സെൻസ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുകയാണെന്ന് വാച്ച് മനസ്സിലാക്കുകയും 20 സെക്കൻഡ്സിൻ്റെ ഒരു ടൈമർ റൺ ചെയ്യുകയും നമ്മളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു തംസപ്പ് അടിച്ച് നമ്മളെ എൻകറേജ് ചെയ്യുകയും ഈ ആപ്പ് ചെയ്യുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഇത് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായി ഇതിലെ വർക്കൗട്ട് ആപ്പാണ്. ഇതിൽ 2-3 പുതിയ വർക്കൗട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഡാൻസിങ്ങും അതുപോലെ തന്നെ കൂൾ ഡൗണ്, ഓപ്പൺ വാട്ടർ സ്വിം, ഇതൊക്കെ പുതുതായിട്ട് വന്ന വർക്കൗട്ട്സ് ആണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റി ആപ്പിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് കാര്യങ്ങളൊക്കെ ഈ ആപ്പ് ഫോണിൽ സിങ്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഡാറ്റാസൊക്കെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ട് നമുക്ക് ഫോണിൽ കാണിക്കുന്നതായിരിക്കും. ആപ്പിളിൻ്റെ മാപ്പ് ഇപ്പോൾ നമുക്ക് ആപ്പിൾ വാച്ചിൻ്റെ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അതായത് നമ്മൾ നടന്നു പോവുകയോ മറ്റോ ആണെങ്കിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ നമുക്ക് നമ്മളെ വാച്ചിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ വോയിസും ഇതേ വാച്ചിൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നടക്കുകയോ അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു അപ്ഡേഷൻ. അതുകൂടാതെ നമുക്ക് ഫോൺ ഉപയോഗിക്കാതെ വാച്ചിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളും സെർച്ച് ചെയ്ത് നാവിഗേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ജോഗിങ്ങിനോ സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോൾ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വാച്ച് മാത്രം ഉപയോഗിച്ച് തന്നെ നമുക്ക് നാവിഗേഷനും മറ്റും സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ആപ്പ് അപ്ഡേഷനെ കൊണ്ടുള്ള ഉപയോഗം. പോരാത്തതിന് സിം എനേബിൾ ആയിട്ടുള്ള, അതായത് GSM എനേബിൾ ആയിട്ടുള്ള വാച്ച് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫോൺ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ ബാക്ക് പാക്കിൽ വെക്കുകയോ ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഫോൺ ആൻസർ ചെയ്യാനും ഫോൺ ചെയ്യാനും അതുപോലെ തന്നെ നാവിഗേഷൻ, ഇൻ്റർനെറ്റൊക്കെ ഈ വാച്ചിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഈ വാച്ച് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നത് വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ. പിന്നെ വന്നൊരു വലിയൊരു അപ്ഡേറ്റാണ് സെറ്റപ്പ് ഫോർ മൈ ഫാമിലി മെമ്പർ. അതായത് ഐഫോൺ ഉപയോഗിക്കാത്ത ഫാമിലി മെമ്പറെ കൂടി നമ്മളെ ഫോണിൽ ആഡ് ചെയ്തിട്ട് അവർക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിക്കാൻ പറ്റും. മുമ്പ് നമുക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഐഫോൺ നിർബന്ധമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് പ്രായമായിട്ടുള്ള ആരെങ്കിലും വാച്ച് ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ മറ്റോ വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണ് അവർക്കില്ലാതെ തന്നെ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തിട്ട് അവർക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ സെറ്റപ്പ് ഫോർ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാച്ച് ആഡ് ചെയ്തിട്ട് കുട്ടികളാണെങ്കിൽ നമുക്ക് അതിനകത്ത് റെസ്ട്രിക്ഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ എക്സാമോ അല്ലെങ്കിൽ സ്കൂൾ സമയത്തൊക്കെ നമുക്കവരെ ഈ വാച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനൊരു സെറ്റിങ്സ് കൂടി ഇതിൻ്റെ അകത്തുണ്ട്, സ്കൂൾ ടൈം എന്ന് പറഞ്ഞിട്ട്. പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ഫോൾ ഡിറ്റക്ട്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ വാച്ച് ഉപയോഗിക്കാം. WatchOS 7-ൽ നമ്മുടെ വാച്ച് ഫേസ് മറ്റുള്ളവരായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് നമുക്ക് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ നമ്മുടെ വാച്ച് ഫേസ് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ റിസീവ് ചെയ്യാനും പറ്റും.
ECG എന്ന് പറയുന്ന ഈ ആപ്പ് മുമ്പേ ഉണ്ടെങ്കിലും UAE-ൽ ഇത് ലോക്ക്ഡ് ആയിരുന്നു. ഈ ഒരു അപ്ഡേഷനോടുകൂടി UAE-ൽ ECG എന്ന് പറയുന്ന ഈ ആപ്പ് അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫിംഗർ ഈ ഒരു ഡിജിറ്റൽ ക്രൗണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈനസ് റിതമൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കുക, ഇതൊരിക്കലൊരു മെഡിക്കൽ ഡിവൈസ് അല്ല. അപ്പോൾ അതൊരു മനസ്സിൽ ഓർമ്മ വേണം. 100% നമുക്കിതിനെ റിലേ ചെയ്യാൻ പറ്റില്ല എന്ന് ആപ്പിൾ പ്രത്യേകം പറയുന്നുണ്ട്. ഈ വാച്ച് നമ്മുടെ ഹെൽത്ത് 24/7, അതായത് ഏതൊക്കെ സമയത്ത് നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് ആ സമയത്തൊക്കെ നമ്മളെ ഹെൽത്ത് മോണിറ്റർ ചെയ്തുകൊണ്ടുണ്ടാവും. അതായത് നമ്മുടെ പ്രഷർ, അതുപോലെ തന്നെ ഈ ഒരു ECG, ഇതുപോലെയുള്ള പുതിയ ആപ്പിൾ വാച്ച് 6-ലുള്ള ബ്ലഡിൽ ഓക്സിജൻ ലെവൽ, ഇതൊക്കെ 24/7 ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ എമർജൻസി വന്നാൽ നമുക്ക് നോട്ടിഫൈ ചെയ്യുകയോ നമ്മത് റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ലോക്കൽ എമർജൻസിയെ അറിയിക്കുകയും അതുവഴി ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ ഇത് കാരണമായേക്കാം. പിന്നെ ആപ്പിൾ WatchOS-ൽ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത് സിറിയയാണ്. സിറിക്ക് ഇപ്പോൾ ഓൺ ദ വാച്ചിൽ തന്നെ 6-7 ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടും റീപ്ലൈ തരാൻ പറ്റും. അതിലൊക്കെ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് WatchOS-ൽ സിറിയെ ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. In Arabic, hello is marhaban. In Spanish, goodbye is adios. ഇതൊക്കെയാണ് വാച്ച് 7-ൽ ആപ്പിൾ പുതുതായി ഉൾപ്പെടുത്തിയ അപ്ഡേറ്റ്സ്. വീഡിയോയിൽ എല്ലാ അപ്ഡേറ്റ്സും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസും അപ്ഡേറ്റ്സും അതുപോലെ തന്നെ റിവ്യൂസും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ആരോഗ്യ വകുപ്പുകൾ പറയുന്ന നിയമങ്ങൾ പാലിച്ച് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. സോ ഗുഡ് ബൈ.